Next, I invite Afsana Fatima of Plus 2 Science to talk on the topic brain-eating amoeba. Good evening, everyone. I'm Afsana Fatima from Science Academy, Plus 2 Standard. And I'm going to explain about brain-eating amoeba. നമ്മുടെ കേരളത്തിലിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയൊരു പാൻഡമിക്കാണ്. ഇപ്പോൾ വലിയ രീതിയിലൊന്നും സ്പ്രെഡായിട്ടില്ലെങ്കിലും മേ ബി സ്പ്രെഡാവാൻ ചാൻസ് ഉള്ള ഒരു ഡിസീസാണിത്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ അഥവാ നെഗ്ലേരിയാസിസ്. പൊതുവെ നെഗ്ലേരിയാസിസ് എന്നുള്ള പേരെല്ലാവരും കേൾക്കാൻ ചാൻസ് കുറവാണ്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നുള്ള പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബയെ നമ്മളിപ്പോൾ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പേര് വിളിക്കുമെങ്കിലും സയൻറ്റിസ്റ്റ് പൊതുവെ നെഗ്ലേരിയ ഫൗലേരി എന്നുള്ള പേരിലാണ് അതിനെ വിളിക്കപ്പെടുന്നത്. ആലപ്പുഴയിലുണ്ടായ ഒരു കേസാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗുരുദത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി. ആൾക്ക് ഇതുപോലെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നുള്ള അസുഖം ഉണ്ടായി. ജൂലൈ 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പക്ഷേ ജൂലൈ 7 ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയെ അസുഖം കടുത്ത് മരിക്കുകയും ചെയ്തതാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഈ കേസ് ആദ്യമായിട്ട് 2017 ഉണ്ടാവുന്നത്. അന്നൊന്നും ആർക്കും വലിയ അറിവില്ലായിരുന്നാലും ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ആൾക്കാർ എന്താണ് എങ്ങനെയാണെന്ന് അറിയുന്നത്. ഈ കുട്ടി െല്ലാം അന്നൊന്നും ആർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഈ രോഗം പടരാൻ കാരണം എന്നൊന്നും അറിയില്ല. നെഗ്ലേരിയ ഫൗലറി എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നെഗ്ലേരിയ ഫൗലറി എന്ന് പറയുന്നത് ഒരു ഫ്രീ ലിവിങ് അമീബയാണ്. പിന്നെ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. അത് പൊതുവെ എല്ലാവരും കരുതും കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ ചിലപ്പോൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഈ അമീബ നോസിൽ കൂടെയാണ്, അതായത് നമ്മൾ ഈ കുളത്തിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡൈവ് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ മാത്രമേ ഇത് സ്പ്രെഡ് ആവാറുള്ളൂ. കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഇല്ല. അത് പൊതുവെ കോമൺലി കാണപ്പെടുന്നത് വാം ഫ്രഷ് വാട്ടറിലും പിന്നെ റിവേഴ്സ്, ഹോട്ട് സ്പ്രിങ്സ് ഇതുപോലെ പൊതുവേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുളിക്കാൻ ചെല്ലുന്ന കണക്കത്തെ കുഞ്ഞു കുളങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് പൊതുവേ കാണപ്പെടുന്നത്. ഒരു സ്പീഷീസ് നെഗ്ലേരിയ മാത്രമേ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാറുള്ളൂ. അതാണ് നെഗ്ലേരിയ ഫൗലേരി. പിന്നെ ഇതെങ്ങനെയാണ് ബോഡിയിൽ എത്തുന്നതെന്നുള്ളതും പിന്നെ അതിന് ബോഡിയിൽ എന്തൊക്കെ കാരണങ്ങൾ ബോഡി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. നെഗ്ലേരിയ നമ്മൾ ഈ കുളത്തിൽ കുളിക്കുമ്പോൾ അങ്ങനെ ആ ടൈമിൽ മൂക്കിലൂടെ എൻ്റർ ചെയ്യുകയും പിന്നെ ബ്രെയിനിൽ നമ്മുടെ നെർവ്സ് വഴി ബ്ലഡിൽ കൂടെ ബ്രെയിനിലെത്തുകയും ബ്രെയിനിലെ ടിഷ്യൂസ് ഡിസ്ട്രോയ് ചെയ്ത് പാം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ എത്തിക്കും. അതായത് മെനിഞ്ചോ എൻസെഫാലിറ്റീസ് ഉണ്ടാവുകയും ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ടേം പ്രോസസ്സായിട്ട് തന്നെ നടക്കുകയും ചെയ്യും. ഇത് പൊതുവെ ഇത് വന്ന് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സിംറ്റംസ് പുറത്തുവിടിപ്പിക്കുന്നതാണ്. ആദ്യത്തെ 5 ദിവസത്തിനുള്ളിലാണ് സിംറ്റംസ് പുറത്തുവിടിക്കുന്നത്. ഫീവർ, ലോസ് ഓഫ് ബാലൻസ്, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, നോഷ്യ, വോമിറ്റിംഗ്, സഡൻ ആൻഡ് സിവിയർ ഹെഡേക്ക്, എ ചേഞ്ച് ഇൻ ദ സെൻസ് ഓഫ് സ്മെൽ ഓർ ടേസ്റ്റ്. ഈ സിംറ്റംസ് ആണ് പൊതുവെ പുറപ്പെടുവിക്കുന്നത്. ആദ്യം ഇതൊക്കെ പതിയെ പുറപ്പെടുവിക്കുമെങ്കിലും പതിയെ ആളുടെ ബ്രെയിൻ ഡെത്തായി അയാൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതിനെതിരെ ചെയ്യാനായിട്ട് ഇപ്പോൾ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ സ്പ്രെഡ് ആവില്ല എന്നുള്ളൊരു ആശ്വാസമുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനെതിരായിട്ട്. ഇതെന്തായാലും എയറിൽ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ്സിൽ കൂടെയോ അങ്ങനെ ഒന്നും പടരാത്ത കാരണത്താൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് പടരുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ കൂളായിട്ടുള്ള ഫ്രഷ് വാട്ടറിൽ മാത്രം ഇങ്ങനെ കുളിക്കാനൊക്കെ പോവുക. ഓവർ ചൂടുള്ള, അതായത് ഓവർ ഇങ്ങനെ ഈ കുഞ്ഞു കുളകളിലൊന്നും കുളിക്കാൻ പോവാതിരിക്കുക. പിന്നെ എപ്പോൾ നമ്മൾ ഒരു സ്വിമ്മിന് വേണ്ടി പോയാലും തല വെള്ളത്തിൽ മുക്കാണ്ട്, അതായത് നോസ് വെള്ളത്തിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ സ്വിം ചെയ്യാനും. പിന്നെ മൂക്കിനിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ആവി പിടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഡിസ്റ്റില്ല അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ മാത്രം യൂസ് ചെയ്യുക.
പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളും ഇച്ചിരി വളർന്ന ആൺകുട്ടികളും ഒക്കെ കുളിക്കാനൊക്കെ പോകുമ്പോൾ അവരുടെ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ഈ ഡിസീസ് സ്പ്രെഡ് ആവുന്നതും ഇതിന് വന്നാലുള്ള ഡെത്തിൻ്റെ റേറ്റും എല്ലാം കുറയ്ക്കാവുന്നതാണ്. പിന്നെ വാമായിട്ടുള്ള ഫ്രഷ് വാട്ടർ, ലേക്സ്, റിവർ, ഹോട്ട് സ്പ്രിങ്സ് എന്നുള്ളിടത്തൊക്കെ കുളിക്കാതിരിക്കുക. പിന്നെ ആദ്യം തന്നെ കുളിക്കാൻ പോകുന്ന ടൈമിൽ തല ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബോഡി ഡിപ്പ് ചെയ്ത് അങ്ങനെ അല്ലാണ്ട് ജസ്റ്റ് ബോഡി മാത്രം കുളിക്കുന്ന ടൈമിൽ ഡിപ്പ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ തല വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ കൂടി നോസ് പിഞ്ച് ചെയ്തിട്ട് മാത്രം പിടിച്ചിട്ട് മാത്രം കുളിക്കാവുന്ന ടൈമിൽ ഇങ്ങനെയുള്ള കുളങ്ങളിൽ കുളിക്കുന്ന ടൈമിൽ സ്വിം ചെയ്യുക. പിന്നെ ടാപ്പ് വാട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈപ്പിൽ നിന്ന് വെള്ളം വരണം, അതൊന്നും നോസ് ഇപ്പോൾ നമുക്ക് ആവി പിടിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും യൂസ് ചെയ്യാതിരിക്കാം. ആൻഡ് താങ്ക് യു.